നമ്മുടെ നാട്ടിൽ കുറേ ടീമുണ്ട്, ഹമാസ്, ഗാസ, പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം ഇന്ന് ഓരോ കാര്യത്തില. ഇപ്പം ടാറ്റയുടെ പ്രോഡക്റ്റിന് മുമ്പ് ഒരു തുണിക്കച്ചവട കടയുണ്ട്, അതിന് മുമ്പിൽ പോയിട്ട് കുറേ എണ്ണം കൊടിയും തോരണം പിടിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് ബഹിഷ്കരിക്കുമെന്നാണ് പറയുന്നത്. കടം മേടിച്ചിട്ടായാലും നാളെ സ്റ്റുഡിയോയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഞാൻ മേടിച്ചിരിക്കും. കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. ഇന്ത്യയിൽ പാകിസ്ഥാൻ തീവ്രവാദികളൊന്ന് ഭീകരാക്രമണം നടത്തി. ഇവിടെ ഒരുത്തനെയും കണ്ടില്ലല്ലോ. കൊടിയും തോരണവും പിടിച്ച് ഇന്ത്യയുടെ ദേശീയ പതാക പിടിച്ച് പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ. എവിടെയായിരുന്നു ഇതെല്ലാം? എവിടെയായിരുന്നു? ഇപ്പം കുറേ എണ്ണം ചാടി വീണിട്ടുണ്ട്. അങ്ങ് കിടക്കുന്ന ഗാസയ്ക്ക് വേണ്ടി. ഇവരുടെ ഗാസയിലാരും ഇവിടെ മാമൻ്റെ മക്കളിരിക്കുന്നു. മനുഷ്യ സ്നേഹം, കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ ലോകത്തിൻ്റെ പല സൈഡിലും കുഞ്ഞുങ്ങൾക്ക് നേരെ അതിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭീകരവാദികളുടെ അതിക്രമം നടക്കുന്നുണ്ട്. ആർക്കും മിണ്ടണ്ടല്ലോ. എവിടെയാണ്? പോട്ടെ, ഈ അടുത്ത സമയത്തല്ലേ ബംഗ്ലാദേശ്, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുസിന് നേരെ വലിയ ആക്രമണം അവിടുത്തെ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും വലിയ രീതിയിൽ ഭീകരമായ രീതിയിൽ അതിക്രമം ഉണ്ടായി. ഇവിടെ ആരും മിണ്ടുന്നാണ്ടില്ലല്ലോ. അപ്പോൾ എവിടെ പോയി നിങ്ങളുടെ മാനവികത? അവിടെ കുട്ടികളെ പറ്റി നിങ്ങൾക്ക് എന്താ ചിന്തിക്കാനില്ല? അത് അന്നേരം കുറേ ആൾക്കാർ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പോട്ടെ, കഴിഞ്ഞ മാസമല്ലേ നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ, നമ്മുടെ രാജ്യത്തിനുള്ളിൽ വെസ്റ്റ് ബംഗാളിൽ ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായതിനു ശേഷം എന്തെല്ലാം അതിക്രമം ഉണ്ടായി. ഒറ്റ ദിവസം കൊണ്ട് അവിടുത്തെ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, ഹിന്ദു വിഭാഗം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലൊക്കെ ഭൂരിപക്ഷമാണ്, അവർ ഒരൊറ്റ ദിവസം കൊണ്ട് അവരുടെ വീട്ടിൽ നിന്നും പാലായനം ചെയ്തു പോകുന്ന വിഷ്വൽസ് നമ്മൾ തന്നെയാണ്. ഇവിടെ എത്ര പേര് പ്രതിഷേധിച്ച്? അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? കാശ്മീരിൽ ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടായിട്ട് ഇന്ത്യക്കാർ എത്രയോ ആൾക്കാർ കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ എവിടെയായിരുന്നു നിങ്ങൾ? ഇത് കുറേ നാളായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിക്കുന്ന കാര്യം. ഇവിടെ കുറേ എണ്ണം ഇരുന്നിട്ട് ഫലസ്തീനും ഗാസയെന്നും പറഞ്ഞെങ്കിൽ നിലവിളിയാണ്. സംഭവം മതം. ആദ്യത്തെ കാര്യം ഞാൻ പറയാം, ഇതൊക്കെ മതസ്നേഹമായി കാണിക്കുന്നത്, അല്ലാതെ ഒരു സ്നേഹവും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ എല്ലായിടത്തും പല സ്ഥലങ്ങളിൽ ഞാൻ എണ്ണി പറയാം. ഇപ്പോൾ ഉക്രൈൻ, റഷ്യ, ഇപ്പോൾ എന്താ നടക്കുന്നത്? അവിടെ യുദ്ധം നടക്കുന്നത്, സാധാരണക്കാർ മരണപ്പെടുന്നുണ്ട്. ഇവിടെ ആർക്കും കരയാൻ തോന്നില്ലല്ലോ. എന്താ നിങ്ങൾ കരയാത്തെ? പല സ്ഥലങ്ങളും തീവ്രവാദികൾ മനുഷ്യന്മാരെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുക. പല സ്ഥലങ്ങളും ഇപ്പോൾ യൂറോപ്പിൽ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ആർക്കും കരയണ്ടല്ലോ. പോട്ടെ, ഇസ്രയേലിൽ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഒരു 9 മാസമുള്ള ഒരു കൊച്ചു കുട്ടിയുടെ മൃതദേഹം നമ്മൾ വിഷ്വൽസ് കണ്ടാണ്. ഇവിടെ ആരും പ്രതികരിക്കുന്നുണ്ടല്ലോ. എന്താ നിങ്ങൾ പ്രതികരിക്കാൻ? അപ്പോൾ എന്താ, കുഞ്ഞിൻ്റെ രക്തത്തോടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടോ സ്ത്രീകളോടോ ഒന്നും നിങ്ങൾക്ക് പ്രത്യേക പരിഗണനയില്ലായിരുന്നോ? ഇത് വെറുതെ ചുമ്മാ കുറേ ടീം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഇത് പക്ക മതസ്നേഹം, അല്ലാതെ ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പുമില്ല. ഇനി കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ആരും പറയത്തില്ല. ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ആൾക്കാർ പൊതുവെ ഓപ്പണായിട്ട് പറയത്തില്ല. എനിക്കിപ്പം ഉണ്ടാകുന്ന പോകുന്ന കാര്യം ഞാൻ പറയാം. എൻ്റെ കുറേ ഫോളോവേഴ്സ് അങ്ങ് നഷ്ടപ്പെടും. പക്ഷേ ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് 1% തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ലൈക്ക് ചെയ്ത്, അതായത് ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക. അതോടൊപ്പം ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തും. കൃത്യമായിട്ട് പറയാം, ഇന്ത്യയിൽ ഭീകരാക്രമണം നടന്നപ്പോൾ ഒരുത്തനും കരയേണ്ട. ഗാസ എന്നും പറഞ്ഞു ഇവിടെ കുറേ എണ്ണം നിലവിളിക്കാനിരിക്കുക. ഗാസ, ഫലസ്തീൻ എന്നും പറഞ്ഞു ഭയങ്കര നിലവിളി. ഇതേ ടീം തന്നെയാണ് ഒക്ടോബർ 7 നടന്ന ഞാൻ കാര്യം പറയാം. നിങ്ങൾ നമ്മുടെ കാശ്മീർ നോക്കിയിട്ട് ഒക്ടോബർ 7 ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കൃത്യമായ രീതിയിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. സെയിം സംഭവമാണ് അതിനകത്ത് നടന്നിരിക്കുന്നത്. ഒക്ടോബർ 7 എന്താ നടന്നത്? ഹമാസിൻ്റെ തീവ്രവാദികൾ ഇസ്രയേലിൽ വന്നിട്ട് നിരപരാധികൾ 1200 മനുഷ്യർ, അതിനകത്ത് കുട്ടികളുണ്ട്, സ്ത്രീകളൊക്കെ അവരെന്താ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടാണോ? ആ വണ്ടിക്കകത്തൊക്കെ ഇട്ടുകൊണ്ട് പോയത് കണ്ടില്ലേ? പുറേ കൈയൊക്കെ കെട്ടി നിരപരാധികളെ. അതിൻ്റെ പേര് ഭീകരാക്രമണം എന്നാണ്. അന്ന് ഇവിടെ ആഘോഷിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന്? ഗാസ ചെയ്യുന്നു, അവിടുത്തെ സാധാരണക്കാർ കുട്ടി എന്നൊക്കെ പറഞ്ഞു. അന്ന് ഇവിടെ കിടന്ന് എന്ത് ബഹളമായിരുന്നു. ഒരു ചാനലുണ്ട്, വട്ടംകുട്ടി 4 എണ്ണം കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്നൊരു ചാനൽ. സംഭവം കോമഡി പീസ് ആണെന്നുണ്ടെങ്കിലും അന്ന് എന്തൊരു ആഘോഷമായിരുന്നു അവർ. അതിനുശേഷം അവർ പറയുന്ന കേട്ടത് ഇങ്ങനെ പല ഹമാസുകാർ ഒരു പ്രകാശവർഷം മുമ്പ് ഇസ്രായേലിനെ കീഴടക്കിയെന്ന് തോന്നും. സംഭവം എന്താ നടക്കുന്നതെന്ന് ബോധമുള്ളവർക്കറിയാം. അപ്പം ഇമാതിരി കുറേ ടീം നമ്മുടെ നാട്ടിലുണ്ട്. അന്ന് ആഘോഷിച്ച്, അന്ന് ചില ആൾക്കാരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കണ്ടിട്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയി. മനുഷ്യ സ്നേഹത്തെ പറ്റിയും മതേതരത്വത്തെ പറ്റിയും ഡയലോഗ് അടിക്കുന്ന പല ടീമിനും 1200 ആൾക്കാരെ ഭീകരവാദികൾ ഇല്ലാതാക്കിയപ്പോൾ സാധാരണക്കാരെ അവിടെ പാർട്ടി നടക്കുന്നിടത്തൊക്കെ ഒന്ന് വെടിവെച്ച് ഇല്ലാതാക്കി കളയാം. അന്ന് ഇവിടെ ആഘോഷിക്കുന്നതും കണ്ട് ഏത് മതേതരവാദികളെന്ന് അവർ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പല പോസ്റ്റുകളും കാണുമായിരുന്നു. ഇത് തന്നെയല്ലേ കാശ്മീരിൽ സംഭവിച്ച് കഴിഞ്ഞ മാസം. നിരപരാധികളായിട്ടുള്ള ടൂറിസ്റ്റുകൾ, നമ്മുടെ ഇന്ത്യക്കാർ ഇപ്പോൾ കാശ്മീരിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ലോക്കൽസിന് സപ്പോർട്ടുള്ള തീവ്രവാദികൾ വന്നിട്ട് നിരപരാധികളെ ഇല്ലാതാക്കി കളഞ്ഞു. ഇത് തന്നെയാണ് ഇസ്രായേലിൽ നടന്നത്. അതിനുശേഷമാണ് ഇസ്രായേൽ തിരിച്ചടിക്കാൻ തുടങ്ങിയത്. കൃത്യമായി പറ്റിയ ചരിത്രമൊന്നും എന്നെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട. അതിനുശേഷമാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്. അവിടെ ഫലസ്തീനിലുള്ള സാധാരണക്കാരൻ ഹമാസിനെതിരെ ഇപ്പം മുമ്പോട്ട് വരുന്നുണ്ട്. അവരോടൊപ്പമാണ് നമ്മൾ. ഹമാസിനെതിരെ നിൽക്കുന്ന ഫലസ്തീനികളോടൊപ്പമാണ് നമ്മൾ, അല്ലാതെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫലസ്തീനികൾ തീവ്രവാദികളാണ്. അതാണ് കൃത്യമായ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്. ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫലസ്തീനികൾ തീവ്രവാദികൾ, ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്.
സിമ്പിൾ കാര്യമാണ്. ഇത് പല ആൾക്കാരും പറയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഇനിയൊരു കോമഡി എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട് നിഷ്പക്ഷ നിലപാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഈ ഉള്ളു തൊലിക്കുന്ന പോലെ തൊലിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ടീമുണ്ട്. അതിനകത്തൊരാൾ, ഒരു അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളുണ്ട്. പുള്ളിക്കാരൻ പറച്ചിലിട്ട കഴിഞ്ഞാൽ പുള്ളിയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ മതേതരവാദി എന്ന് പറഞ്ഞു. ചുമ്മാതാ മറ്റേ ടീമിനെ വെള്ളപ്പെയിൻ്റ് അടിച്ച് ഈ ചിരട്ടയിട്ട് തേക്കാന്ന് പറയത്തില്ല, വെളുപ്പിക്കൽ, അമ്മാതിരി ഒരു ടീമാണ് പുള്ളിക്കാരൻ. സ്റ്റുഡിയോ ബഹിഷ്കരിക്കാൻ പ്രചരണം, ചോരയിൽ തുന്നിയ കുപ്പായം എന്ന BDS. പുള്ളിക്കാരനൊരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. ഇതാണ് പുള്ളിക്കാരൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരുവിധം ആൾക്കാർക്ക് അറിയാം. ഈ ഇരുന്നങ്ങ് കിണിയാ, ചുമ്മാ ഇരുന്നിട്ട് ചുമ്മാ എന്തെങ്കിലും ഇരുന്നങ്ങ് കിണിക്കും. സംഭവം എന്തെന്ന് വെച്ചാൽ പക്ക വെളുപ്പീര, അത്രയേ ഉള്ളൂ സംഭവം. ഇനി വേറെ കുറച്ച് ടീമെന്ന് പറയുന്നത് ഞാൻ പറയില്ലേ, 4 പേര് വട്ടം ചുറ്റിയിടുന്ന ഒരു ചാനൽ ചർച്ചയുണ്ട്. ആ ചാനൽ ചർച്ചയ്ക്കകത്ത് ഈ ഇസ്രയേൽ ഹമാസ് വിഷയവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ വാർത്തയൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ വാർത്ത കാണുന്നിട്ട് അതിൽ വലിയ കോമഡിയാണ്. കയ്യിൽ ചോരയുള്ളവരെ ബഹിഷ്കരിക്കണം എന്നുള്ള രീതിയിൽ എന്തോ മാനുഷിക പരിഗണനയാണ്. ഈ ടീമൊക്കെ ഒക്ടോബർ 7-ാം തീയതി ഇസ്രയേൽ ഹമാസ് ഭീകരവാദികൾ ആക്രമണം നടത്തിയപ്പോൾ ഇവിടെ ഇരുന്ന് ആഘോഷിച്ച ടീമോ എന്തൊക്കെ തരത്തിലുള്ള വാർത്തയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതുപോലെ കുറേ ടീമുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി ഒരു കാര്യം പറയാം, ഈ നിങ്ങൾ യഥാർത്ഥത്തിൽ ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഈ ടാറ്റ ഇപ്പം ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കും. ടാറ്റയ്ക്ക് തുണിക്കച്ചവടം മാത്രമല്ല, അവർക്ക് നിങ്ങളുടെ വീട്ടിൽ ബീഫ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തിരുന്ന് ഉപ്പ് തൊട്ട്, നിങ്ങളുടെ നേതാക്കന്മാർ ഉപയോഗിക്കുന്ന ലക്ഷറി കാർ തൊട്ട്, നിങ്ങളുടെ നേതാക്കന്മാർ ട്രാവൽ ചെയ്യുന്ന എയർലൈൻസ്, ഇതെല്ലാം ടാറ്റയുടെ അണ്ടറിൽ വരുന്നത്, ഇതെല്ലാം ബഹിഷ്കരിച്ചേക്കണം. പിന്നെ ബഹിഷ്കരിക്കാൻ നേരത്തെ ഇതിനകത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പല ബ്രാൻഡും ഉണ്ട്, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാൻ ആഡ് ചെയ്യുക. ഇതിനകത്ത് പല ബ്രാൻഡും ഉണ്ട്, ഇഷ്ടംപോലെ ബ്രാൻഡുണ്ട് ടാറ്റയ്ക്ക് പല പേരിൽ. ഇതിനകത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിസൈൻ ചെയ്ത് കളയണം. പിന്നെ ഇതിനകത്തൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഈ നിഷ്പക്ഷ നിലപാടെന്നൊക്കെ പറഞ്ഞ അനിൽ മുഹമ്മദ് വന്നിരുന്നത് യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും എഴുതുന്ന ഡയലോഗ് അടിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മോണിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതിൽ നിന്ന് വരുമാനം കിട്ടും. ഏതിൽ നിന്ന് വരുമാനം കിട്ടുന്നത്? ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടും, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ്റെ പേര് അല്ലെങ്കിൽ ഇൻസ്റ്റ വഴിയൊക്കെയാണ് ഇവർ വലിയ പ്രതിഷേധം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 സ്ഥാപനം, ഫേസ്ബുക്കാരും ഇൻസ്റ്റാഗ്രാമിലും, ഇതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് മാർക്ക് സുക്കർബർഗ് എന്നാണ്. ഈ മാർക്ക് സുക്കർബർഗുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വായിച്ചു. സുക്കർബർഗിൻ്റെ ഹമാസിനെതിരായ പോസ്റ്റ്, മെറ്റയ്ക്ക് നന്ദി അറിയിച്ച് ഇസ്രയേൽ. മനസ്സിലായോ? അതായത് നിങ്ങൾ പ്രതിഷേധിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം തന്നെ ഇസ്രയേലിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ആദ്യമേ അന്തസ്സുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനകത്തിരുന്ന് പ്രതിഷേധിക്കാതെ. കാരണം നിങ്ങളുടെ ഓരോ പോസ്റ്റും മെറ്റയ്ക്ക് വരുമാനം കിട്ടും. ഇനി അനിൽ മുഹമ്മദിനെ പോലുള്ള കുറേ ടീമുണ്ട് ഈ യൂട്യൂബിനകത്തൂടെ വന്നിട്ട് പുള്ളി അങ്ങ് ഭയങ്കര ഡയലോഗടിയാണ്. കുറേ ടീമുണ്ട് യൂട്യൂബിനകത്തൂടെ വന്ന് ഡയലോഗടിയാണ്. യൂട്യൂബ് അമേരിക്കൻ കമ്പനിയാണ്. അമേരിക്കയാണ് ഗാസ് ഏറ്റെടുത്ത് ഈ ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയെന്ന് പറഞ്ഞത്. അന്തസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു മര്യാദ കാണിക്കണം. അതാണ് ആദ്യമേ ചെയ്യേണ്ടത്. ഈ അമേരിക്കയുടെയും സുക്കർബർഗിൻ്റെയും പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് വലിയ ഡയലോഗടിയാണ് ഈ ടീമൊക്കെ. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മേടിച്ച് വെച്ചിട്ടാണ് ഈ തുണിക്കച്ചവട കടയ്ക്ക് എതിരെ ഡയലോഗ് അടിക്കുന്നത്. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പരസ്യം കിട്ടുന്നത്, വരുമാനം കിട്ടുന്നത് എല്ലാം അമേരിക്കൻ കമ്പനിയിൽ നിന്നാണ്, അല്ലെങ്കിൽ സുക്കർബർഗിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ഇവരൊക്കെ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടീമാണ്. അമേരിക്ക എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ട്രംപില്ലേ, ഈ ഗാസ ഇപ്പം ടൂറിസ്റ്റ് പ്ലേസ് ആക്കുവാൻ മാറ്റുമെന്ന് പറഞ്ഞാൽ അതേ ട്രംപ് ഭരിക്കുന്ന നാടാണ്. ആ നാട്ടിലേക്കാണ് നിങ്ങൾ ഈ ഡയലോഗ് അടിക്കുമ്പോൾ പണമെല്ലാം എത്തുന്നത്. അത് ആദ്യം മനസ്സിലാക്കാനുള്ള ബോധം വേണം. ഈ ടാറ്റയുടെ തുണിക്കച്ചവട കടയുടെ മുമ്പിൽ പോയി ഡയലോഗ് അടിക്കുന്നതിന് പകരം നിങ്ങൾ ആദ്യമേ സ്വന്തം പേരിലുള്ള പ്ലാറ്റ്ഫോം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പ്രതിഷേധിക്കണം. എന്നിട്ട് നമ്മുടെ നാട്ടിൽ റോഡിൽ ഇറങ്ങിയിട്ട് ഒരു പോസ്റ്റർ ഒട്ടിക്കണം. അതാകുമ്പോൾ നിങ്ങൾക്ക് വേറെ ആർക്കും പൈസ പോകത്തില്ല, നിങ്ങളുടെ പോക്കറ്റിൽ പൈസ എടുത്തിട്ടാണ് പ്രതിഷേധിക്കുന്നതെന്നെങ്കിലും പറയാം. ഇത് അമേരിക്കയ്ക്കും സുക്കർബർഗിനും പണം കൊടുക്കും. സുക്കർബർഗിൻ്റെ നിലപാട് തന്നെ ഇസ്രയേലിന് അനുകൂലമാണ്. ഇസ്രയേൽ പബ്ലിക്കായിട്ട് അഭിനന്ദിച്ചൊരു വ്യക്തിയാണ്. അവിടെ പ്രതിഷേധമൊന്നുമില്ല. അവിടെ പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞ ഡയലോഗ് അടിച്ച് വെളുപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ കാശ്മീർ ഭീകരാക്രമണത്തിന് ശേഷം വ്യക്തമായൊരു നിലപാട് ഇന്ത്യക്കാർക്കുണ്ട്. പഴയ പോലെ ഈ ഗാസയെന്നും ഫലസ്തീനെന്നും തണ്ണിമത്തങ്ങയെന്നും കേട്ടാന്നൊന്നും നമ്മൾ കുലുങ്ങൂല. ഇതേ ഹമാസാണ് പാക് അധിനിവേശ കാശ്മീരിൽ വന്നിട്ട് ഇന്ത്യക്കെതിരെ റാലി നടത്തത് ഭീകരവാദികളുമായിട്ട് വന്നത്. അപ്പോൾ എന്താണ് ഹമാസ് എന്ന് ഇന്ത്യക്കാർക്ക് വളരെ നല്ല ബോധമുണ്ട്. പ്രത്യേകിച്ച് കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇസ്രയേൽ ഹമാസ് ചെയ്തതും കാശ്മീരിൽ ഭീകരവാദികൾ ചെയ്തതും സെയിം കാര്യമാണ് ടൂറിസ്റ്റുകൾക്ക് നേരെ. ഇതിപ്പോൾ മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അന്ന് ഈ കാശ്മീർ ഭീകരാക്രമണം നടത്തിയപ്പോൾ കമാന്നൊരക്ഷരം മിണ്ടാത്തവർ, ഇന്ത്യയുടെ ദേശീയ പതാക പിടിച്ച് പാകിസ്ഥാനെതിരെ ഒരു മുദ്രാവാക്യം വിളിക്കാത്തവരാണ് ഇപ്പോൾ ടാറ്റയ്ക്ക് എതിരെ മുദ്രാവാക്യവും ബഹിഷ്കരണമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ അരിയാരം കഴിക്കുന്ന എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ സ്നേഹമാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ സൗണ്ട് വെളിയിൽ കേൾപ്പിക്കാൻ പറ്റത്തില്ല. എന്താ പ്രതികരിക്കാത്ത? മനുഷ്യത്വം എന്താ ആർക്കും ഇല്ലാത്തത്?
ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്ക് നേരെ വലിയ രീതിയിൽ അതിക്രമം നടക്കുന്നുണ്ട്, എന്താ മിണ്ടാഞ്ഞത്? വെസ്റ്റ് ബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെ വലിയ രീതിയിൽ അതിക്രമം നടന്നു, എന്താ മിണ്ടാഞ്ഞത്? പല സ്ഥലങ്ങളിലും ക്രൈസ്തവർ പാലായനം ചെയ്യുന്നുണ്ട് പല തീവ്രവാദ സംഘടനയുടെയും ഭീഷണി കാരണം, എന്താ ഇവിടെ ആരും മിണ്ടാത്തത്? അപ്പൊ ഇതുപോലെ പല പ്രശ്നങ്ങളും മിണ്ടാത്തവർ ഗാസയ്ക്ക് വേണ്ടി മിണ്ടുന്നത് എന്തിനാണെന്ന് ബോധമുള്ളവർക്കെല്ലാം മനസ്സിലായിട്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കുറെ ഇടതുപക്ഷ ടീമുണ്ട്, സ്വരാജിനെ പോലുള്ള ടീമുണ്ട്. 1200 ആൾക്കാരെ ഹമാസ് തീവ്രവാദികൾ കൊന്നു തള്ളിയപ്പോൾ അതിനെപ്പറ്റി മിണ്ടാതെ ഫലസ്തീനികൾ എന്തു തന്നെ ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന കുറച്ച് ഡയലോഗ് അടിച്ച ഒരു മുൻ MLA നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനെയൊക്കെ പിന്തുണച്ച് അതേ വേഷം കെട്ടി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ നിലപാട് വളരെ കൃത്യമാണ്. നമ്മൾ സാധാരണ ഇസ്രയേലിലെ സാധാരണ മനുഷ്യരോടൊപ്പമാണ് 9 മാസം പ്രായ ഒരു കുട്ടിയോടൊപ്പോൾ. നമ്മൾ ഫലസ്തീനിലെ ഹമാസിനെ പിന്തുണയ്ക്കാത്ത സാധാരണ മനുഷ്യരോടൊപ്പോൾ. അവർക്ക് എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കേണ്ടതായിട്ടുണ്ട്. ഭീകരവാദം ലോകത്തിന് അപകടമാണ്. ആ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ആരെയും നമ്മൾ പിന്തുണയ്ക്കത്തില്ല. കൃത്യമായ രീതിയിൽ ഞാൻ പറഞ്ഞ കാര്യം 1% ശരിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.